മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറിയ ഷെഡുകൾ പൊളിച്ചു നീക്കി. MG നഗറിന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിലായി സ്ഥലം കയ്യേറി നിരവധി ആളുകൾ ഷെഡുകൾ നിർമ്മിച്ചിരുന്നു. ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് 20-ലധികം ഷെഡുകളാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയത്. 2024 പെയ്ത കനത്ത മഴയെ തുടർന്ന് ലക്ഷം നഗറിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെയുള്ള 7ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം MG നഗറിന് സമീപം ഈ 7ഓളം കുടുംബങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി ഷെഡുകൾ സ്ഥാപിച്ചു. ഈ ഷെഡുകൾ റവന്യൂ സംഘം പൊളിച്ചു നീക്കി. ഷെഡുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ച് വീടും സ്ഥലവും ആവശ്യപ്പെട്ട് ദേവികുളം സ്പെഷ്യൽ റവന്യൂ ഓഫീസിന് മുന്നിൽ 7 കുടുംബങ്ങൾ അന്ന് രാപ്പകൽ സമരം നടത്തി. തുടർന്ന് ഇവർ കോടതി ഉത്തരവ് നേടുകയും റവന്യൂ സംഘം ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും ഷെഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ സമീപത്തെ വീടില്ലാത്തവരും വീടുള്ളവരുമായ ആളുകൾ സ്ഥലത്തെത്തി സർക്കാർ ഭൂമിയിൽ ഷെഡുകൾ സ്ഥാപിച്ചു. തുടർന്നാണ് ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഫയർഫോഴ്സ് സംഘത്തിന്റെ സഹായത്തോടെ സ്പെഷ്യൽ തഹസിൽദാർ ഗായത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന 20-ലധികം ഷെഡുകൾ പൊളിച്ചു നീക്കിയത്. മൂന്നാർ MG കോളനി മേഖലയിൽപ്പെട്ട ഒത്തിരിയധികം സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേയുടെ മറവിൽ അവർക്ക് കൈവശാവകാശം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാർ കുറച്ച് നാളായി പുറമ്പൊക്കെ കയ്യേറി ഷെഡുകൾ കെട്ടുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം പൊളിച്ചു നീക്കിയിട്ടും അത് വീണ്ടും വീണ്ടും അവർ കെട്ടുകയും അതിൽ കുറച്ച് പേര് കോടതി സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. കാരണം ഇതിൽ കുറച്ചധികം സ്ഥലം ഗവൺമെന്റ് കോളേജിന് വേണ്ടി നേരത്തെ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സബ് കളക്ടർ ദേവികുളത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നതെല്ലാം പൊളിച്ചു മാറ്റുകയാണ്. അതേസമയം വർഷങ്ങളായി തങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും സ്വന്തമായി ഒരു വീടില്ലെന്നും ഷെഡിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതികരിച്ചു. பாத்ரூமுக்கு கடைக்கு கஷ்டப்பட்டு நாங்கள் செய்யறோம். சட்டை வந்து இப்படி செஞ்சுட்டாங்க. எவ்வளவோ பைசா முடக்கினாங்க. இதோட 3 தடவை உடச்சிட்டாங்க. எங்களுக்கு ஒரு நல்ல முடிவு எடுத்து கொடுக்க சொல்லுங்க. കോടതി വിധി നേടിയ 7ഓളം കുടുംബങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഷെഡുകളും റവന്യൂ സംഘം പൊളിച്ചു നീക്കി. സർക്കാർ ഭൂമി കയ്യേറി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും സർക്കാർ ഭൂമി കയ്യേറുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ സംഘം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ആദ്യ ആഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള 8 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നു. അനുരഞ്ജന, ഏതായാലും കാലവർഷം എത്തിയിരിക്കുകയാണ്. ഇന്ന്